10 വർഷക്കാലമായി ഞങ്ങൾ തിരിച്ചടിക്കാത്ത SFI ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമസ്കാരം. അയ്യപ്പനും കോശിയും സിനിമയിലെ മുണ്ടൂർ മാടനെ ഓർമ്മയില്ലേ? നിയമം കൊണ്ട് മാത്രമേ അയാളെ തളയ്ക്കാൻ കഴിയൂ. അതിക്രൂരനും പകയുള്ളവനുമായ മുണ്ടൂർ മാടൻ പോലീസിന്റെ യൂണിഫോമിലായതുകൊണ്ട് മാത്രമാണ് മൃഗീയ വാസനകളെ തടഞ്ഞു നിർത്തിയിരുന്നത്. ഹവിൽദാർ കോശി കാരണം ആ യൂണിഫോം നഷ്ടപ്പെട്ടതോടെ അയാൾ മൃഗമായി മാറി. ക്ലൈമാക്സിൽ യൂണിഫോം വീണ്ടും കിട്ടിയ അയാൾ അനുസരണശീലമുള്ളവനായി. അതുപോലെ നമ്മുടെ SFIക്കാർ പിള്ളേരും ആയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരണമുള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഉറങ്ങിക്കിടന്ന് രാക്ഷസീയ ഭാവങ്ങളെ പുറത്തെടുക്കാതിരുന്നത്. അവരിൽ അനുകമ്പ ഒന്നുമില്ല. അവർ തിരിച്ചടിക്കുമെന്ന് തീരുമാനിച്ചാൽ തിരിച്ചടിച്ചിരിക്കും. പക അത് വീട്ടാനുള്ളതാണെന്നാണ് അവരുടെ പക്ഷം. ഇതാ കേട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ അടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഞങ്ങളുടെ ഭീകരതയ്ക്ക് ഒരതിരുമുണ്ടാവില്ല എന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മനസ്സിലാക്കി കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 10 വർഷം അവർ മിണ്ടാതിരുന്നത് ഭരിക്കുന്ന പിണറായി യശ്മാന് കുറച്ചിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഭരണം പോയതോടെ നമ്മുടെ SFIക്കാർ മുണ്ടൂർ മാടനായി മാറിയിരിക്കുകയാണ്. ഇനി ഭരണത്തിൽ തിരിച്ചു കയറാതെ അവർ ശാന്തരാകില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഭരണം തിരിച്ചു കൊടുക്കണം. മുണ്ടൂർ മാടൻ പറഞ്ഞതുപോലെ അവരും പറയുന്നു, ഇനി ഞങ്ങൾക്ക് നിയമമില്ല സാറേ. അവരോട് ഏറ്റുമുട്ടാൻ പോകുന്ന പോലീസുകാർ ഓർത്തുകൊള്ളുക, പിന്നിൽ നിന്നും അവന്മാർ ഒരു പിടുത്തമിടും. കോതുകാലിനും പൂഴിക്കടകനും അതിനെ തടയാനാകില്ല. ആ പിടുത്തമിടുന്ന പോലീസുകാരൻ്റെ വാരിയെല്ല് തകർന്ന് ശ്വാസകോശത്തിൽ കയറി മരണം സംഭവിക്കും. SFI നേതാവിൻ്റെ ഭീഷണിയിൽ പോലീസുകാർ നടുങ്ങിത്തരിച്ചിരിക്കുകയാണ്. തല്ലിയ പോലീസുകാരുടെ പേരും ആധാർ കാർഡിൻ്റെ നമ്പരും എത്ര യൂണിറ്റ് അരി അവന്മാർ വാങ്ങുന്നുണ്ട് എന്ന് പോലും SFIക്കാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒന്നോർത്തുകൊള്ളുക, നിങ്ങളുടെ ലാത്തി ഉയരുന്നതിന് മുമ്പ് തന്നെ അവർ നിങ്ങളെ അടിച്ചിരിക്കും. കഴിഞ്ഞ 10 വർഷമായി അവർ ഉറക്കത്തിലായിരുന്നു, അല്ല ഉറങ്ങിക്കിടക്കുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു. അവരുടെ ഉള്ളിൽ അവർ തന്നെ തുടലിട്ട് വളർത്തിയ ഒരു സിംഹമുണ്ടായിരുന്നു. അവർ ഉണർന്നപ്പോഴെല്ലാം പിണറായി പോലീസുകാർ കുണുവാവകളെ പോലെ ലാളിച്ച് അവരെ തൊട്ടിലാട്ടി ഉറക്കി. ആർഷോമോനൊക്കെ SFIയിലുള്ളപ്പോൾ പോലീസുകാരെ നാറികളെന്ന് മാത്രമേ വിളിക്കുമായിരുന്നുള്ളൂ. പോയി ഗവർണറുടെ കക്കൂസ് കഴുകിക്കൊടുക്കട എന്ന് പറയുമ്പോൾ പോലീസുകാർ രോമാഞ്ചം കൊള്ളും. ആർഷോമോനെയോ SFI നേതാക്കളെയോ പോലീസ് തൊട്ടാൽ എൻ്റെ പിള്ളേരെ തൊടുമോടാ എന്ന് ചോദിച്ച് പിണറായി വിജയൻ നെടുമ്പള്ളി സ്റ്റീഫനെ പോലെ കാലെടുത്ത് DGPയുടെ നെഞ്ചത്ത് വെക്കുമായിരുന്നു. പിണറായി സർക്കാരിൻ്റെ കണ്ണിന് പൊൻകണിയും കാതിന് തേൻമൊഴിയുമായിരുന്നു കഴിഞ്ഞ 10 വർഷം SFIക്കാർ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ നീതിക്ക് വേണ്ടി സമരം ചെയ്ത ആ കുണുവാവകളെയാണ് പോലീസ് കണ്ണിൽ ചോരയില്ലാതെ തല്ലിയതും ജലപീരങ്കി ഉപയോഗിച്ചതും. ഇനിയുള്ള 5 വർഷക്കാലം ജലപീരങ്കിയിൽ വെള്ളം നിറച്ചിട്ടേക്കണേ പോലീസെ. ആഴ്ചയിൽ ഒരിക്കൽ പൊതുനിരത്തിൽ നിന്നും അടിച്ച് നനച്ച് കുളിക്കാൻ അവന്മാർ സോപ്പും തേച്ച് വരും. പിണറായി ഭരണത്തിൽ വന്നതിൽ പിന്നെ ഇവന്മാർ ശരിക്ക് കുളിച്ചിട്ടില്ല. ദയവായി കുളിസീനിൽ പങ്കെടുക്കുന്ന SFIക്കാരും DYFIക്കാരും ജൗളി ധരിച്ചു വരിക. അമ്മ പെങ്ങന്മാരൊക്കെ TV-യിൽ വാർത്ത കാണുന്നവരാണ്. ഈ SFI നേതാക്കൾ ഏതെങ്കിലും ഒരെണ്ണം മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ അറിയാവുന്നവന്മാരാണോ? എങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന പയലുകളാണിത്. SFIയിലൂടെ വന്ന് DYFIയിലെത്തിയതിൽ എത്ര എണ്ണത്തിനെ മനുഷ്യൻ്റെ വെട്ടത്തിറക്കാൻ കൊള്ളാം. വിവരദോഷം അധികമില്ലാത്തതിനാലാണെന്ന് തോന്നുന്നു മട്ടന്നൂരിൽ സനോജ് തട്ടിമുട്ടി ജയിച്ചു. ശൈലജയെ ഒതുക്കാനുള്ള ഒരു നമ്പറായിരുന്നു അത്. വസീഫോ ജയിക്കോ എന്തിനേറെ അരുൺകുമാറും മൂത്ത സഖാവ് അനിൽകുമാറും വരെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രങ്ങളാണ്. ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ ഇവർക്കാകില്ല. വെല്ലുവിളിയും ഭീഷണിയും കേട്ട് ജനം മടുത്തു. എത്ര യുവാക്കളെ ജയിപ്പിച്ചെടുക്കാൻ ഇത്തവണ DYFIക്ക് കഴിഞ്ഞു? എത്ര പേർക്ക് പാർട്ടി സീറ്റ് കൊടുത്തു? യാന്ത്രികമായ വർത്തമാനങ്ങളല്ലാതെ ജൈവികവും ഹൃദയത്തിൽ നിന്ന് വരുന്നതുമായ ഭാഷ ഇവർക്ക് അന്യമാണ്. SFIക്കാരുടെ അഴിഞ്ഞാട്ടകാലമായിരുന്നു പിണറായി യുഗം. ക്യാമ്പസുകളിലാകെ അവർ തേർവാഴ്ച നടത്തി. ഗുരുത്വമെന്ന 3 അക്ഷരം 7 അയലത്തുകൂടി പോലും പോയിട്ടില്ല. രാഷ്ട്രീയമെന്തെന്ന് അറിയുകയേയില്ല. നേതാവിൻ്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ കൂടെ നടക്കുന്ന പിള്ളേര് കരുതും ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന്. ഞങ്ങൾക്കും എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് അവന്മാർ കരുതും. SFIയും DYFIയും ഒക്കെ ഭരണത്തിൻ്റെ തണലിൽ കാട്ടിക്കൂട്ടിയതൊക്കെ പോലീസിൻ്റെ മനസ്സിലുണ്ട്. ഗവർണറെ തന്തയ്ക്ക് വിളിക്കലായിരുന്നു പ്രധാന പരിപാടി. ഒടുവിൽ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ട് ഗവർണർക്ക് നേരിട്ടിറങ്ങി വരേണ്ടി വന്നു ഇവന്മാർക്ക് നേരെ. കഴിഞ്ഞ 10 വർഷം നിന്നെയൊക്കെ അനുസരിച്ച് അടിമകളായി നിന്നതിൻ്റെ പക പോലീസുകാരുടെ മനസ്സിലുണ്ട്. അവർക്ക് കിട്ടുന്ന അവസരത്തിൽ മുതുക് പൊള്ളിച്ചെന്നിരിക്കും. പിന്നെ കരഞ്ഞ് നിലവിളിക്കാൻ വരരുത്.
മുറിവെണ്ണയിട്ട് പുരട്ടി വീട്ടിലിരിക്കുക. പാലക്കാട്ട് CPMന്റെ ഓഫീസിൽ കയറിയുള്ള തല്ല് അതിൻ്റെ സാമ്പിളായിരുന്നു. പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ സിദ്ധാർത്ഥൻ മരിച്ചാലും നിതിൻ രാജു മരിച്ചാലും ലോക്കപ്പ് മർദ്ദനമോ ക്രൂരമായ ലാത്തി ചാർജോ ഉണ്ടായാലും ഈ യുവജന സംഘടനകൾ വാതുറക്കില്ല. PBയും ഭരണവും പാർട്ടിയും സ്റ്റേറ്റ് കമ്മിറ്റിയും മാത്രമല്ല, DYFI മുതൽ SFI വരെ പിണറായി വിജയൻ്റെ കയ്യിലെ നൂൽ കെട്ടിയ പാവകളാണ്. ഒരർത്ഥത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ എത്ര ചെറുപ്പക്കാരെയാണ് ഈ പാർട്ടി ഇളക്കി വിട്ട് കാര്യം സാധിക്കുന്നത്. അവൻ്റെ എല്ലാം ജീവിതം കോഞ്ഞാട്ടയാകും. പിണറായി വിജയൻ ആജീവനാന്ത മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി എന്ത് ഗുണ്ടാപ്പണിയും അവർ ചെയ്യാൻ തയ്യാറായി. സർ CP 5 രൂപ പോലീസിനെ കൊണ്ട് ജനത്തെ ഒതുക്കിയതുപോലെ പിണറായി വിജയൻ DYFIക്കാരെ തൻ്റെ ഗുണ്ടകളാക്കി രക്ഷാപ്രവർത്തനത്തിന് വിട്ടു. പേരുദോഷം എത്രമാത്രം അവർ കേൾപ്പിച്ചു. പിണറായിയെ സുഖിപ്പിക്കാൻ പത്തലുമായി വന്ന് തല്ലിച്ചതച്ചവന്മാർ ഇനി അനുഭവിക്കും. പിണറായി രക്ഷിക്കില്ല, അദ്ദേഹം സ്വയം രക്ഷ നോക്കിപ്പോയി. പിണറായി കാവൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് SFIക്കാർ കണ്ണീരൊഴുക്കി ഈ അടിയെല്ലാം വാങ്ങുന്നത് എന്നതാണ് രസം. ഇത്ര ധീരന്മാരായ SFIക്കാർ പാലക്കാട്ടുണ്ടായിട്ടും നിങ്ങളുടെ ഒരു നേതാവിനെ അവിടെ തെരുവിലിട്ട് BJPയുടെ ഒരു യുവ നേതാവ് പഞ്ഞിക്കിട്ടിട്ട് ഒരു പ്രതിഷേധ സ്വരമുയർത്താൻ കഴകത്തില്ലാത്തവന്മാരാണ് വെല്ലുവിളിയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഓർക്കുന്നില്ലേ ആർഷോയുടെ ചെകിടടിച്ചു പ്രശാന്ത് ശിവൻ പറിച്ചത്? സ്വന്തം പാർട്ടി കേരളദേശം പാർട്ടിയായി അധപ്പതിച്ചതും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അതിൻ്റെ പ്രതാപം നശിച്ച് നിലംപരിശായതും വേരിളകിയതും SFIക്കാരൻ അറിഞ്ഞിട്ടില്ല. SFIയും DYFIയും ഒക്കെ പേരൊന്ന് പരിഷ്കരിക്കുന്നത് നല്ലതാണ്. അവസാനത്തെ ഇന്ത്യ മാറ്റി കേരളമാക്കണം. ഉദാഹരണത്തിന് DYFK SFK അത്ര മതി, വലിയ ഡെക്കറേഷൻ വേണ്ട. CPIM പോലും പേരിലെ ഇന്ത്യ കളഞ്ഞ K ആക്കുകയാണ് നല്ലത്. CPK കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള. ചിന്താശേഷിയും രാഷ്ട്രീയ ബോധ്യവും സർഗാത്മകത്വവും ഉള്ളവരായിരുന്നു പണ്ടത്തെ SFIക്കാരും DYFIക്കാരുമൊക്കെ. ഇപ്പോൾ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ചിലരൊക്കെയാണ് നേതാക്കൾ. എന്തിനേറെ DYFIയുടെ അഖിലേന്ത്യാ നേതാവായ AA റഹീമിൻ്റെ നിലവാരം മാത്രം മതി അയാളുടെ ശിൽബന്ധികളുടെ നിലവാരം തിരിച്ചറിയാൻ. കഴിഞ്ഞ ദിവസം റഹീമിൻ്റെ ഒരു പ്രസംഗം എല്ലാവരും കേട്ട് കാണും. ഈ ചെങ്കൊടി കയ്യിൽ വെച്ചാൽ മതി, ചങ്കൂറ്റം താനേ വന്നുകൊള്ളും. ഇത് പറഞ്ഞ പിണറായി വിജയൻ എന്താ റഹീമേ 2 മക്കളുടെയും കയ്യിൽ ആ ചെങ്കൊടി എടുത്ത് കൊടുക്കാതിരുന്നത്? AK ബാലൻ മക്കൾക്ക് കൊടി കൊടുത്തായിരുന്നു. ഗോവിന്ദൻ മകനെ കൊടി പിടിപ്പിച്ചോ? ശ്രീമതിയും വിട്ടില്ല കൊടി പിടിക്കാൻ. കോടിയേരിയുടെ മക്കൾ പാർട്ടി കോൺഗ്രസിനോ സമ്മേളന കാലത്തോ റീൽസ് ഇടാൻ കൊടിയെടുത്ത് 2 വീശിയാലായി. MA ബേബിയുടെ മകനാണോ ദില്ലിയിൽ കൊടി പിടിച്ച് പ്രകടനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? മനുഷ്യസ്പർശമില്ലാത്ത മാർക്സിസത്തിൻ്റെ വെറും ലോഗോ മാത്രമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. മക്കളെ ലോക മുതലാളിമാരുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ശീതീകരിച്ച മുറിയിലിരുത്തി ലക്ഷങ്ങളുടെ ശമ്പളക്കാരാക്കിയിട്ടാണ് അരിവാളിൻ്റെയും ചുറ്റികയുടെയും ഗീർവാണവും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മഹത്വവും പറഞ്ഞ് ഈ നേതാക്കൾ നടക്കുന്നതെന്ന് ഓർക്കണം. ഇനി മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. അരിവാളും നെൽക്കതിരുമാണ് അവരുടെ ചിഹ്നം. അവർക്കുമുണ്ട് നടുവ് തളർന്ന ഒരു യുവജന പ്രസ്ഥാനം. CPIക്കാരുടെ കർഷക പ്രേമം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ഈ CPIക്കാരെങ്കിലും വയൽവരമ്പിലൂടെ ഒന്ന് നടന്ന് കണ്ടിരുന്നെങ്കിൽ. പാട്ടിലൂടെയും നാടകത്തിലൂടെയും വളർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നേതാവിൻ്റെ സ്ലോ മോഷനിലുള്ള റീൽസിലാണ് കമ്പം. പിണറായി തിരുവാതിരയാണ് അവരുടെ ഇഷ്ടഗാനം. പിള്ളേരെല്ലാം ഈ കുട്ടി സഖാക്കളെ പേടിച്ച് +2 കഴിഞ്ഞ് വിദേശത്തേക്ക് പമ്പ കടക്കുകയാണ്. കോളേജുകൾ ഡിഗ്രി കോഴ്സുകൾക്ക് ചേരാൻ പിള്ളേരില്ലാതായി. ആരുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനാണ് ഈ SFIക്കാർ വെല്ലുവിളിയുമായി പിന്നെയും ഇറങ്ങിയിരിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മൂപ്പിക്കാനിറങ്ങിയവർ എന്തൊരു വിദ്യാഭ്യാസ മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാക്കിയത്. PSCയുടെ ചോദ്യപേപ്പർ SFIക്കാരുടെ വീടുകളിൽ നിന്നും കണ്ടെടുത്ത സംഭവം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. കണ്ടവൻ്റെ മക്കളെ കുരുതി കൊടുത്തും സ്വന്തം പാർട്ടിയെ വിറ്റുതുലച്ചും സകല സുഖസൗകര്യങ്ങളും അനുഭവിച്ചും പിണറായി ഇതാ കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. ഒരു പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ടും ആ പ്രതാപിക്കെതിരെ ഒരപശബ്ദം പോലും കേൾക്കാനില്ല. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ഒരാളും ഈ വംശത്തിലില്ലെങ്കിൽ നിങ്ങൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലാകും.